ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടർ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 5 വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 3 മാസമായിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. 90 ഡേയ്സ് പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടകം തന്നെ 4 PRP സെക്ഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാൽ മനസ്സിലാകും. ഇതിനുശേഷം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസമേ ആയിട്ടുള്ളൂ ഹെയർ കട്ട് ചെയ്തിട്ട്. നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് 10% റിസൾട്ട് ലഭിക്കും എന്നാണ്. അതായത് 3 മാസം കൊണ്ട് 10% റിസൾട്ടാണ് ക്ലിനിക്കിൽ നിന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു 10% എന്തായാലും നമുക്ക് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ക്ലിനിക്കിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് ഒരു 6 മാസം കൊണ്ട് തന്നെ ഒരു 60-70% ഒക്കെ ഹെയർ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 10% ആയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് എന്റെ തല കണ്ടാൽ കൊണ്ട്, അതായത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗമൊക്കെ കണ്ടാൽ മനസ്സിലാവും, മുടിയൊക്കെ നല്ലതായിട്ട് കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. 10% ഹെയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ നമുക്ക് ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം മുടി കിളുത്തിട്ടുണ്ട്. പിന്നെ PRP സെക്ഷനെ പറ്റി കുറച്ചുകൂടി വ്യക്തമായിട്ടൊന്ന് പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് PRP സെക്ഷൻ എന്ന് പറയുമ്പോൾ PRP വിത്ത് ബയോട്ടിൻ സെക്ഷനാണ്. നമ്മൾ PRP ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ നിന്ന് 10 മില്ലി ബ്ലഡ് ആണ് എടുക്കുന്നത്. ആ ബ്ലഡിനുള്ളിൽ ബയോട്ടിൻ എന്ന ഒരു ഇഞ്ചക്ഷൻ കൂടി ആഡ് ചെയ്തതിന് ശേഷം മെഷീന്റെ സഹായത്തോടു കൂടി അതിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മുടെ ബ്ലഡിൽ നിന്ന് ഈ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ആണ് ഈ നമ്മുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ, അതായത് ഇഞ്ചെക്ട് ചെയ്യുകയാണല്ലോ, ചെറിയ നീഡിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു വേദന ഉണ്ടാവും. അത് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനുള്ള വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്താൽ കൊണ്ട് അതിന്റെ വേദനയും മറ്റുമൊക്കെ അങ്ങ് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത് കൂടി ഇത്തരത്തില് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ചെയ്ത ക്ലിനിക്കിലല്ല ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഏകദേശം ഒരേ റിസൾട്ടാണ് ഇപ്പം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കൊണ്ട്, ദുബായിലെ ഒട്ടുമിക്ക ക്ലിനിക്കുകളിലും ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ക്ലിനിക്കുകളിലും നല്ല മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കുകളിലൊക്കെ പോയി വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു ക്ലിനിക്ക് തിരഞ്ഞെടുക്കാനും കൂടി ശ്രമിക്കുക. അതായത് പല തരത്തിലുള്ള പാക്കേജുകളുണ്ട്, പല റേറ്റിലുള്ള പാക്കേജുകളുണ്ട്. നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതിക്കൊക്കെ ചേരുന്ന രീതിയിലുള്ള ഒരു ക്ലിനിക്ക് തിരഞ്ഞെടുക്കുക. എല്ലാ ക്ലിനിക്കുകളിലും നല്ല റിസൾട്ട് ഉണ്ട്. ഞാനിപ്പം പല ക്ലിനിക്കുകളിലും ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം നല്ല റിസൾട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതായത് ഫെയിലായ ഒരു കേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വരികില്ല, നിങ്ങൾ ഈ കമന്റ് സെക്ഷനിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു മറുപടി നിങ്ങൾക്ക് തരാം. പലരും ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏത് ക്ലിനിക്കാണ്, എത്രയാണ് ചാർജ് എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാനെ കൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ക്ലിനിക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലെ സാമ്പത്തിക ലാഭം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതിൽ എന്താണോ ഒരു റിസൾട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊമോഷൻ നമ്മുടെ ഉദ്ദേശമല്ല. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് പ്രദേശത്താണോ ഉള്ളത്, അതായത് ഞാനിപ്പോൾ ദുബായിലാണുള്ളത്, ദുബായിലുള്ള ഞാൻ ഒരു കാരണവശാലും ഈ നാട്ടിലെത്തിയിട്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്.
അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് നമുക്ക് ഇതൊരു കോഴ്സായിട്ടാണ് ഇത് വരുന്നത്. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ പോയി ഒരിക്കൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഒരു മാസത്തെ ലീവിന് പോകുന്ന ആൾ തിരിച്ച് നാട്ടിലേക്ക് ഇപ്പം ദുബായിലേക്ക് എത്തിയാലെ കൊണ്ട് തുടർ ട്രീറ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാനും സാധിക്കാതെ വരും. പല സർവീസുകൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമാണ്. അതായത് ഒരു പാക്കേജാണിത്. ഈ പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നത് ഈ പ്രീ മെഡിക്കൽ എക്സാമിനേഷൻ ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അത് ഫ്രീ ആണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതും നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. പിന്നെ 1 ഇയർ ഫോളോ അപ്പ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമാണ് ഈ പാക്കേജിൽ തന്നെ. പിന്നെ എനിക്ക് 8 PRP വിത്ത് ബയോട്ടിൻ സെഷനാണ് ഇതിന്റെ കൂട്ടത്തിലുള്ളത്. പിന്നെ 2 ഹെയർ വാഷ് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ചിലകൊണ്ട് ഹോം കെയർ പ്രൊഡക്ട്സ്, അതായത് ഈ ബയോട്ടിൻ ടാബ്ലറ്റ് ഒരു 4 മാസം കഴിക്കാനുള്ള ടാബ്ലറ്റ് കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇത്രയും പാക്കേജുകൾ നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്നത് നമ്മൾ നാട്ടിൽ പോയി ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ഈ കൂട്ടത്തിൽ ലഭിക്കുന്ന പാക്കേജുകളൊക്കെ നമുക്ക് ലഭിക്കാതെ പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നാട്ടിൽ നിൽക്കുന്ന ആള് ദുബായിൽ വന്ന് ചെയ്താലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഈ ഒരു പാക്കേജിൽ പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലെ കൊണ്ട് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒപ്പം സമയപരിമിതികളുമുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ നിന്നുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. തുടർന്നും ഇതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. വീഡിയോസ് കാണുന്ന ആൾക്കാർ പരമാവധി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യമായിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.